ആ വിജനമായ വഴിയിലൂടെ അവൻ്റെ റേഞ്ച് റോവർ പാഞ്ഞുപോയി. ഇരയെ കിട്ടിയ വേട്ടക്കാരൻ്റെ വന്യഭാവമായിരുന്നു അവൻ്റെ കണ്ണുകളിലപ്പോൾ. കൂടെയുള്ള ഗാർഡ്സിന് പോലും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭയമായിരുന്നു. ശരിക്കും ഒരു ചെകുത്താനായി മാറിയിരുന്നു അവൻ അപ്പോഴേക്കും. അവൻ്റെ വണ്ടി നേരെ പോയത് അവൻ്റെ കോട്ടയിലേക്കായിരുന്നു. അതെ, ചെകുത്താൻ്റെ കോട്ടയിലേക്ക്. അവിടെ ചെയറിലൊരു രൂപമുണ്ടായിരുന്നു. കൈയും കാലുമൊക്കെ കെട്ടിയിട്ട് ബന്ദിയായിട്ടൊരാൾ. പക്ഷേ മുന്നിൽ ചെകുത്താനെ നേരിൽ കണ്ടതും അവൻ്റെ മുഖത്ത് ഭയം നിറഞ്ഞു. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി വ്യാപിച്ചു കിടക്കുന്ന DK ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ അധിപൻ, ചെകുത്താൻ എന്നറിയപ്പെടുന്ന ഡെറിക് ജോൺ കുരിശിങ്കൽ. എന്നെ ഒന്നും ചെയ്യല്ലേ സാർ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. പണത്തിനെ കുറിച്ച് അത്യാവശ്യം വന്നപ്പോൾ ചെയ്തു പോയതാണ്. അപ്പോൾ നീ ഓർത്തില്ലേ എതിർവശത്തുള്ളത് ഞാനാണ് എന്ന്? അവനെ നോക്കിക്കൊണ്ട് ഡെറി ശാന്തമായി തന്നെ ചോദിച്ചു. അവനിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും ഈ ശാന്തതയെ തന്നെയാണ്. അലക്സ്, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന അവൻ്റെ ടീമിലുള്ള അലക്സിനോടായി പറഞ്ഞു. ഉണ്ട് സാർ. ഡെറിയുടെ ചോദ്യം കേട്ടതും അലക്സ് ഭവ്യതയോടെ അവനോടായി പറഞ്ഞു. പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ ഡെറി വേഗം പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ആ ഗോഡൗണിൽ നിന്ന് അയാളുടെ നിലവിളി ഉയർന്നു കേട്ടിരുന്നു. ആകാശത്ത് കാണുന്ന ആ 2 നക്ഷത്രങ്ങളോട് അവൾ അവളുടെ വിശേഷങ്ങൾ പറയുകയായിരുന്നു. അവൾക്കിപ്പോൾ ഈ ലോകത്ത് അവളുടെ ആകെയുള്ള ഓർമ്മകൾ എന്ന് പറയാനുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഉണ്ടായിരുന്ന ആ ഓർമ്മകൾ മാത്രമാണ്. താൻ തീർത്തും ഒരു അനാഥയാണ് ഇന്നീ ലോകത്ത് എന്ന സത്യം അവൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അവളുടെ ഇപ്പോഴത്തെ ലോകമെന്ന് പറയുന്നത് ഈ ഫ്ലാറ്റും ഹോസ്പിറ്റലുമാണ്. ഇവൾ ഡോക്ടർ ശ്രീ പാർവണാനന്ദൻ. പാറു, നീ എന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കരുത്. നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. ഇച്ചായ? അതെ, നിന്റെ ഇച്ചായൻ ഭ്രാന്തനാണ്. നീ എന്ന ഭ്രാന്ത്. ഒരിക്കലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ ഈ ഡെറിക്കിൻ്റെ പെണ്ണാണ്. ഈ ചെകുത്താൻ്റെ വന്യമായ പ്രണയം ഏറ്റുവാങ്ങാൻ നിനക്ക് മാത്രമേ സാധിക്കൂ.